സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നു. രാവിലെ 10 മുതൽ പുലർച്ചെ 12 മണി വരെയാകും ബാറുകൾ പ്രവർത്തിക്കുക. പുതിയ മദ്യനയത്തിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പുതിയ മദ്യനയം നടപ്പാക്കും. നിലവിൽ രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് ബാറുകൾക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത്. പ്രവർത്തന സമയം കൂട്ടണമെന്നത് കുറെ കാലമായുള്ള ബാറുടമകളുടെ ആവശ്യമാണ്. സമയം കൂട്ടുന്നത് ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ വരുമാന വർധന ഉണ്ടാകുമെന്നാണ് ബാർ ഉടമകളുടെ വിശദീകരണം. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. രാത്രി 9-ന് ശേഷം ആളുകൾ ബാറുകളിലേക്കാണ് മദ്യം കഴിക്കാൻ എത്തുക. എന്നാൽ കുറച്ചു നാളായി ബാറുകളിൽ മദ്യം കഴിക്കാൻ എത്തുന്നവരുടെ എണ്ണം കുറയുന്നുവെന്നാണ് ഉടമകൾ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ പലയിടത്തും കുടിൽ വ്യവസായം പോലെ അനധികൃത ചില്ലറ വിൽപ്പന നടന്നു വരികയാണ്. ഇതാണ് ബാറുകളിൽ ആളുകൾ കുറയാൻ കാരണമെന്ന് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണക്കാരാണ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും മദ്യം വാങ്ങി കുടിക്കുന്നത്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവർ ചില്ലറ വിൽപ്പനക്കാരിൽ നിന്നും മദ്യം വാങ്ങാറുണ്ട്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ഇവർക്ക് സമീപത്തു നിന്ന് തന്നെ മദ്യം കിട്ടുന്നു. ചില്ലറ മദ്യ വിൽപ്പനക്കാരെ സഹായിക്കുന്നത് ബിവറേജസ് ഔട്ട്ലെറ്റ് ജീവനക്കാരാണെന്നാണ് ബാറുടമകളുടെ ആരോപണം. ഇത്തരം അനധികൃത വിൽപ്പനക്കാർക്ക് മദ്യം അനുവദിച്ച അളവിൽ കൂടുതലും നൽകാറുണ്ടെന്ന് അവർ പറയുന്നു. ഒരാളിന് 3 ലിറ്ററിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കാൻ പാടില്ലെന്നാണ് നിയമം. എന്നാൽ ബിവറേജസ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരെ സ്വാധീനിച്ച് അനധികൃത ചില്ലറ വിൽപ്പനക്കാർ പരിധിയിലധികം മദ്യം വാങ്ങിക്കാറുണ്ട്. കുറഞ്ഞ മദ്യം മുതൽ മുൻകൈ മദ്യം വരെ ഇത്തരത്തിൽ ഇവർ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നു. ചില ഔട്ട്ലെറ്റുകളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നിട്ടും സാധാരണക്കാർ ക്വാർട്ടർ അളവിലുള്ള മദ്യം ചോദിച്ചാൽ ഇല്ലെന്നാണ് ജീവനക്കാർ പറയാറ്. ഇത് അനധികൃത വിൽപ്പനക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് പതിവെന്നും ബാറുടമകൾ പറയുന്നു. ബെവ്കോ ജീവനക്കാരുടെ സഹായം കൂടി ലഭിക്കുന്നതോടെ കേരളത്തിൽ ഇപ്പോൾ അനധികൃത മദ്യവിൽപ്പന കൂടിയെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയാൽ ഇത്തരം അനധികൃത മദ്യവിൽപ്പന നിർത്തലാക്കാനാകുമെന്നാണ് ബാറുടമകളുടെ നിരീക്ഷണം. മാത്രമല്ല, തങ്ങളുടെ നഷ്ടം നികത്താനും സാധിക്കും. ടൂറിസം സാധ്യത കണക്കിലെടുത്ത് സർക്കാർ അടുത്തിടെ ആരംഭിച്ച നൈറ്റ് ലൈഫിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ ക്ലബ്ബുകൾ 12 മണിവരെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിട്ടില്ലെങ്കിലും ഇത്തരം ക്ലബ്ബുകൾ 12 മണിവരെ പ്രവർത്തിക്കാറാണ് പതിവ്. ഇതിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് ക്ലബ്ബ് ഉടമകൾ പറയുന്നത്. ഇവർക്ക് നിശബ്ദ അനുമതി നൽകുന്നതിന് മുമ്പ് തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്ന് ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിലും ഇക്കാര്യം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അതിന് തയ്യാറായില്ല. ഇത്തവണ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതായി ബാറുടമകൾ പറയുന്നു. പുതിയ മദ്യനയം സംബന്ധിച്ച കരട് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലാണ് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നത് സംബന്ധിച്ചും തീരുമാനമുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ അത് നടപ്പാക്കാനാണ് തീരുമാനം.